നമ്മൾ അന്ന് സ്വീകരിച്ച പലരും ഇന്ന് നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അന്ന് പഠിച്ചതെല്ലാം നല്ല പകരും, അന്ന് കളിച്ചതെല്ലാം മറുതരത്തിൽ അതിലും വയ്ക്കാൻ പിടിച്ച ലെവലിലും എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ നമ്മുടെ പ്രോഗ്രാം ഔദ്യോഗികമായി ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഞാൻ നന്മയുടെ പേര് മനസ്സറിഞ്ഞ് 2005 ബാച്ചിന്റെ പേര് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ അധ്യക്ഷ സ്ഥാനം നിർവഹിക്കുന്നതിന് വേണ്ടി എൻ്റെ പ്രിയ സുഹൃത്ത് ഫൈസലിനെ ക്ഷണിച്ചുകൊണ്ടു. ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ SLC 2005 പീരീഡിലെ ബാച്ചാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. ഈ പരിപാടി നടത്താൻ വേണ്ടി പ്ലാനിങ് തുടങ്ങി വെച്ചത് നമ്മുടെ മുഹമ്മദ്, അതുപോലെ സാദിഖ്, റഹീസ്, നസീന, ഫഹദ് എന്നിവരാണ്. പിന്നെ നമ്മളൊക്കെ ഈ ഗ്രൂപ്പിൽ എന്റെ കയ്യിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഞാനൊക്കെ സൈലന്റ് ആയിട്ട്, അതുവരെ വൈലന്റ് ആയിട്ട് ഞാൻ സൈലന്റ് ആയിട്ട് നിന്നാണ്. പിന്നെ എന്റെ എൻട്രി, നമ്മുടെ എൻട്രി 40-50 പേര് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വേദിയിലൊക്കെ നോക്കുമ്പോൾ 25 പേരാണ് കാണുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത തവണ ഇത് ഗംഭീരമായിട്ട് നടത്താം. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തികളുടെ ഒരാളാണ് നസീന. പിന്നെ നമ്മൾ ഇപ്പൊ വേദിയിരിക്കുന്ന മാഷുമാരെ ഉൾപ്പെടുത്തി ഇനി അടുത്ത തവണ ഇതിൽ കൂടുതൽ മാഷുമാരെ ഉൾപ്പെടുത്തി നമ്മൾ വലിയ പരിപാടി ആക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ ഈ പരിപാടിയിലേക്ക് എന്നെ അധ്യക്ഷനായി ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് അധ്യക്ഷനാണ് എന്ന് ഞാൻ അറിഞ്ഞത്. പരിപാടി ഉഷാറാവട്ടെ. ഈ വേദിയിലോട്ട് നമ്മുടെ മാഷുമാരെ ഓരോരുത്തരായിട്ട് നമുക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ആദ്യമായി നാസർ മൗലവിനെ എല്ലാവർക്കും ഓർമ്മ ആ ഉണ്ടാണ് രസകരമായ. അപ്പൊ ഇൻഷാ അല്ലാഹ് നാസർ മൗലവി നമ്മളെ പഠിപ്പിച്ചപ്പോഴുള്ള ആ അനുഭവം നമ്മോട് പങ്കുവെക്കും. അസ്സലാമു അലൈക്കും. ഇത് നിങ്ങളുടെ ബാച്ചിലെ ഒന്നാമത്തെ ഒത്തുചേരലാണ്. കുറെ ബാച്ചുകൾ ഇതിന് മുമ്പ് പലതവണ ഇവിടെ കൂടിയിരുന്നു. 2 തവണ ഇതിടയ്ക്ക് ഇത് ഒന്നായിട്ട് നേതൃത്വത്തോടെയൊക്കെ വിളിച്ചു ചേർത്തിരുന്നു. ഇതുകൊണ്ട് സമൂഹത്തിന് അല്ലെങ്കിൽ നമുക്കിടയിൽ വളരെ സന്തോഷകരമായ ഒരു ദിവസമായിട്ടാണ് ഒരുപാട് പരിപാടികൾ മെച്ചപ്പെട്ടിരുന്നു. ജീവിതത്തിൽ 10-15 വർഷം മുമ്പ് നീതി പോയ നിങ്ങളുമായി അല്പസമയം പങ്കുവെക്കുക എന്നത് ഒരിക്കലും ഈ ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത ഒരു സംഗതിയാണ് എന്നതാണ് ഞാൻ ആവശ്യം. എത്രയും കാലം കഴിഞ്ഞിട്ട് നിങ്ങളെ എല്ലാവരെയും ഒരു നോക്ക് കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ അവസരം കാണാൻ എനിക്കിനി അവസരം കുറയ്ക്കണം. മിക്കവാറും അസ്തമിക്കാൻ പോകുന്ന ഒരവസ്ഥയിലുള്ള ഒരു ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ കാര്യം. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങളും കേരളക്കരയിൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വളരെ ഭിന്നമാണ്. ഒരു മാതൃകാപരമായുള്ള സ്ഥാപനമാണ് നമ്മുടെ യൂരങ്ങാടി യതീംഖാനയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ നവോത്ഥാന സംരംഭങ്ങൾക്ക് ഒരു പുതിയ വിഷയം മാർഗദർശനം നൽകിയിരിക്കുന്ന സ്ഥാപനത്തിലാണ് നമ്മൾ വളർന്നതും പഠിച്ചതുമൊക്കെ. ഞാനും ഈ സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥിയായിട്ടാണ് 1972 ഞാനിവിടെ SLC കഴിഞ്ഞ് പോകുന്നത്. യൂരങ്ങാടി യതീംഖാനയിലെ ഒരു അനാഥ ബാലനായിട്ടാണ് ഞാനിവിടെ ചേർന്ന് പഠിച്ചത്. മാതാപിതാക്കൾ മരണപ്പെട്ട
മരണപ്പെട്ടതിന് ശേഷം എൻ്റെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ടു. ഇവിടുന്ന് പഠിച്ചു. അങ്ങനെ രണ്ടാമത് വീണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി ഇവിടെ അധ്യാപകനായി വരാനുള്ള എൻ്റെ താല്പര്യം അള്ളാഹു എനിക്ക് പൂർത്തീകരിച്ചു തന്നു. അങ്ങനെയാണ് അല്പകാലം നിങ്ങളുമായുള്ള സ്നേഹബന്ധങ്ങൾ പങ്കുവെക്കുന്നത്. ഈ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് വിദ്യാർത്ഥികളുമായുള്ള ബന്ധങ്ങൾ. അവർക്ക് വലിയ വിജ്ഞാനം അറിവൊന്നുമില്ലെങ്കിലും അവരെ നല്ലവരായി വളർത്തിയെടുക്കാൻ ആവശ്യമായ എന്തെങ്കിലും ചില ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി അവരെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും അവരെ നല്ലവരാക്കി മാറ്റിയെടുക്കാൻ ഉള്ള ഒരു സംരംഭമാണ് എൻ്റെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടായത്. പല രംഗത്തും പല സന്ദർഭങ്ങളിലും പല യോഗങ്ങളിലും വിവാഹ മേഖലകളിലും ഒക്കെ തന്നെ പലപ്പോഴും ഇവിടുന്ന് പഠിച്ചു പോയ വിദ്യാർത്ഥിനികളെ ഞാൻ കാണാറുണ്ട്. പക്ഷെ അവരെ എനിക്ക് പലപ്പോഴും അറിയുകയില്ല. എന്നാലും അവർ എങ്ങനെയൊക്കെ വരികയും പേരും നാടും പഠിച്ച വർഷവും പഠിപ്പിച്ച കാര്യങ്ങളും എന്തെങ്കിലും രസകരമായ കാര്യങ്ങളൊക്കെയും പറഞ്ഞുകൊണ്ട് പലപ്പോഴും ബന്ധപ്പെടാറുണ്ട് എന്നത് എനിക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാനതിനെ അഭിനന്ദിക്കാറുണ്ട്. കാരണം നമ്മൾ അതിനൊക്കെ ചെന്ന് കൊള്ളണം ഒരു സമൂഹത്തിന്റെ ഇടയിൽ കണ്ടാൽ പല ആൾക്കാരെ അറിയാം. അതേ സമയത്ത് നേരെ മറിച്ച് അവർ പേരും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നും ഇവിടെ എഴുതുന്നത് ഇന്നത്തെ കുസൃതികളിൽ നിന്നും അഭ്യസിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ കാണാൻ കഴിയും. ഒരുപാട് പാവം പിന്നെ പ്രകാരം വിജയിക്കേണ്ടി വന്നു. എന്നാലും അവർ സഞ്ചരിച്ച് ഇവിടെ എത്താനുള്ളൊരു ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് കരുതി നമ്മൾ സമാധാനിക്കുന്നു. എപ്പോഴും നമുക്ക് വിഷമം വരുമ്പോൾ നമുക്കുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മുടെ കണ്ണ്, നമ്മുടെ കൈകാലുകൾ, നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും, വായു, വെള്ളം, ഭക്ഷണം, മക്കള്, എല്ലാം, വീട്, അതൊന്നും ഇല്ലാത്തവർ വളരെ കുറവാണ് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്ന് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അങ്ങനെയുള്ള മനസ്സിന് സമാധാനം കിട്ടും. എന്തായാലും കൂടുതൽ പരീക്ഷണങ്ങളൊന്നും അല്ലാതെ ആരും തരാതിരിക്കട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് വലിയൊരു അതായത് നമ്മളെ നല്ല രീതിയിൽ നമ്മളെ മുന്നോട്ട് നയിക്കാനൊരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, അതേപോലെ നമ്മുടെ സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, എല്ലാം ഏത് നല്ല കാര്യത്തിന് വേണ്ടിയും മുമ്പേ കൂടി തന്നെ പ്രാർത്ഥിച്ചു വെച്ചോളാം. ഒരു അപകടം പറ്റരുത് എൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ എപ്പോഴെങ്കിലും ഒരു അപകടം വരുമ്പോൾ നമ്മളെ അതിൽ നിന്ന് നമ്മൾ തട്ടി മാറ്റി. ചിലർ പറയും നമ്മളെന്ത് സംഭവിച്ചാൽ വിദ്യയാണ് അല്ലേ, വിദ്യയെ മാറ്റാൻ വരെ കഴിയുന്ന പറയുന്നത് പ്രാർത്ഥനക്ക് കഴിയും. ഞാൻ ചിലപ്പോൾ ഉദാഹരണം പറയാറുണ്ട്. നമുക്കറിയാം ഒരാൾ അയാൾക്ക് നീന്താൻ അറിയില്ല. എന്നാൽ അയാൾ ചുഴിയിൽ വീഴുന്നു. അങ്ങനെ വീഴുമ്പോൾ സാധാരണ നിനക്ക് എന്ത് സംഭവിക്കും? നീന്താൻ അറിയാത്ത ഒരാൾ ചുഴിയിൽ വീണാൽ മരണം നിശ്ചയം അല്ലേ? അതാണ് ഖദർ വ്യവസ്ഥ, അള്ളാഹു ഉണ്ടാക്കിയ വ്യവസ്ഥ അങ്ങനെയാണ്. പക്ഷേ ആ കുട്ടിയോ കുട്ടിയുടെ മാതാപിതാക്കളോ ചിലപ്പോൾ വലിയമ്മമാരോ മുമ്പേ എൻ്റെ പേരക്കുട്ടികളൊന്നും മുങ്ങി വെച്ച് പോയത്തെ ഹൃദയത്തിൽ തട്ടി നേരത്തെ ഒരു പ്രാർത്ഥന അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് അള്ളാഹു എങ്ങനെയെങ്കിലും രക്ഷിക്കും. അതാണ് പലപ്പോഴും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയാറുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടു നമുക്ക് എന്നറിയില്ല. അത് ഏത് അപകടത്തിലായിരുന്നു. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടിയുള്ള പ്രാർത്ഥന ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വിധി പോലും മാറി നിൽക്കും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ആ പ്രാർത്ഥന എപ്പോഴും ആയുധമാക്കിക്കൊണ്ട് നടക്കണം എല്ലാവരും. അപ്പോൾ ഏതായാലും ജസീന അവിടെ സംസാരിച്ചു. അതേപോലെ നിങ്ങൾ പല സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ അധ്യാപകർക്ക് ഞാൻ ക്രിസ്ത്യൻ പഠിപ്പിച്ചതെങ്കിലും കുറച്ചൊക്കെ നല്ലൊരു മനുഷ്യന്മാരെ നമ്മൾ വാർത്തെടുത്ത് ഇവിടുന്ന് വിട്ടത് എന്ന് ഞാനും കൂടി അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഞാൻ ആശ്വസിച്ചു. അപ്പോൾ നല്ല കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനൊക്കെ ഉപകാരപ്രദമായ, ഉപദ്രവം ചെയ്യാത്ത നല്ല മക്കളെ ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴേ ഡോക്ടർക്ക് പ്രാധാന്യമുണ്ട് അല്ലേ? കണ്ടല്ലേ എഞ്ചിനീയർക്ക് പ്രാധാന്യമില്ല. അതുപോലെ വീട് വെക്കുമ്പോഴോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അതിന് പ്രാധാന്യം. ചില മറിച്ച് നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങൾക്കൊരു വേദി കിട്ടിയാൽ മതി. സ്കൂൾ ക്ലാസ് റൂം ആവാം, പൊതുവെ ഇങ്ങനെയുള്ള വേദികളാം, എവിടെയായാലും എന്തെങ്കിലുമൊക്കെ പറയാനും അത് ശ്രദ്ധിക്കും.
ഇരിക്കാനും ആൾക്കാരുണ്ടാവും. എവിടെ ചെന്നാലും ബസ്സൊക്കെ കയറിയാൽ ചിലപ്പോൾ പെട്ടെന്ന് ആളുടെ സീറ്റ് ഇങ്ങനെ ഒഴുകി കിടക്കുന്നു. അപ്പോൾ എന്താണ് അവിടെ ഇരിക്കുന്ന ആളെ എണീച്ചിട്ടുണ്ടാവും, ടീച്ചർ ഇരിക്കുന്നു പറയും. അപ്പൊ അങ്ങനെയുള്ള എവിടെ ചെന്നാലും തിരിച്ചറിയപ്പെടും. ടീച്ചർ എന്ന് പറഞ്ഞിട്ട് മുന്നിലേക്ക് വരും. ഞാൻ അങ്ങനെയുള്ള അവിടെ ഉണ്ടാക്കുന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച അതിനെ കുട്ടിയാണെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. എന്നെ തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ള ഒരു രൂപത്തിൽ. അപ്പൊ ആ രൂപത്തിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ ഞങ്ങളെ വിളിച്ചതിൽ. പിന്നെ എനിക്ക് നിങ്ങളോടുള്ള ഒരു ഉപദേശം, നിങ്ങൾ ഇന്ന് വളരെയധികം കാശ് ചെലവാക്കിയിട്ടുണ്ട്. ഇവിടെ കുറേ സമ്മാനങ്ങൾ, വേറെ ട്രോഫി വേറുണ്ട്, വേറെ എന്തൊക്കെയോ കവറിലാക്കി ഇരിക്കുന്നുണ്ട്. ഭക്ഷണ സാധനമാണെങ്കിൽ ഒരു ജ്യൂസ് കുടിച്ചപ്പാട് കറന്ന സമോസ വരുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ ബിരിയാണി വരും. ഞാൻ പറയാം, അത്രയും പൈസ ഒന്നും നിങ്ങൾ ചെലവാക്കണ്ട, ഒന്ന് കൂടിയിരിക്കാൻ. ഒരു ജ്യൂസ് പോലെ ഒരു ദിവസം അര ദിവസം നമ്മൾ ഇരിക്കുന്നുള്ളൂ. രാവിലെ എല്ലാവരും ഭക്ഷണം കഴിച്ച് വരുന്നു. ഇനി ഉച്ചയ്ക്ക് വേണമെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ പോവാം. ഇനി വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഒക്കെ വൈകുന്നേരം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ച ഭക്ഷണം കൊടുക്കാം. അതിനൊക്കെ ഒരു ജ്യൂസിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ മറ്റേ സാധനമൊന്നും ആവശ്യമില്ല. ഈ അധ്യാപകർക്ക് തന്നെ നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സമ്മാനം. നിങ്ങളത് പരിഗണിച്ചല്ലോ. എപ്പോഴെങ്കിലും അത് വന്ന് നിങ്ങൾ വീട്ടിൽ കയറി വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമോ, എന്നെ തേടി അന്വേഷിച്ച് വന്നല്ലോ, വിളിച്ചല്ലോ എന്നുള്ള അത്രയും മതി ഞങ്ങൾക്കുള്ള സമ്മാനം അതാണ്. ഇതൊന്നും വെറുതെ ആവശ്യമില്ല. ഇത്രയും ഈ കാശ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സഹപാഠികളിൽ വിഷമത്തിലേക്കുന്ന ആരെങ്കിലേക്ക് അവരെ സഹായിക്കാൻ പറ്റും എന്തെങ്കിലും പറ്റില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ഇനിയുള്ള മീറ്റിങ്ങുകൾ ശ്രദ്ധിക്കണം. ചുരുങ്ങിയ ചിലവിൽ ഏറ്റവും ഫലവത്തായ രീതിയിൽ എങ്ങനെ ഒരു പ്രോഗ്രാം നടത്താം എന്ന് നിങ്ങൾ വേണം കാണിച്ചു കൊടുക്കാൻ. ചുരുങ്ങിയ ചിലവാവണം, ഏറ്റവും നല്ല പ്രോഗ്രാം ആയിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം കിട്ടുകയും വേണം. എല്ലാവരും പറയാൻ മാറി വലിച്ച് തിന്നതുകൊണ്ട് ആയില്ല. തിന്നുന്ന കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കാൻ, നമ്മുടെ ആരോഗ്യം നശിക്കാൻ ഏറ്റവും പ്രധാന കാര്യം നമ്മുടെ ഭക്ഷണ രീതിയാണ്. അതുകൂടി പറഞ്ഞാൽ നിർത്താം. പിന്നെ നിങ്ങൾ പലരും എനിക്കറിയാം, അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റ്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ, അല്ലെങ്കിൽ എന്താണ് ഷുഗർ, ഇഷ്ടംപോലെ രോഗങ്ങളായിക്കോട്ടെ. അതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഭക്ഷണ രീതി. എങ്ങനെയാണ് ഭക്ഷണം അങ്ങനെ ആവുന്നത്? ഭക്ഷണം വിശകലമായി മാറുന്നു. കാരണം ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 5 മണിക്കൂറെങ്കിലും അത് ദഹിക്കാൻ ഒരു സമയം കൊടുത്ത ശേഷം വേറൊരു ഭക്ഷണം കഴിക്കാൻ പാടുള്ളൊരു നിയമമുണ്ട്. ഒരു ഭക്ഷണം കഴിച്ച് ദഹിച്ചെങ്കിലേ വേറൊരു ഭക്ഷണം കഴിക്കാവൂ. ആർക്കും അറിയുന്ന നിയമമല്ലേ? നമ്മുടെ പ്രത്യേകിച്ച് ഒരു ഡോക്ടറൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണം കൂടി കഴിച്ചോളൂ. അതോടുകൂടി ഇങ്ങനെ രാത്രിയായാൽ കിടന്നുറങ്ങും വേണം. അപ്പൊ രാവിലെ 7 മണിക്ക് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ഉച്ചക്ക് ഒരു 2 മണി സമയത്ത്, 1 മണി സമയത്ത് എന്തെങ്കിലും കഴിക്കുക. പിന്നെ വൈകുന്നേരം ഒരു 6-7 മണിയോട് കൂടി ഭക്ഷണം നിർത്തണം. രാത്രി വെച്ചുണ്ടാക്കി അങ്ങനെ ഈ പറഞ്ഞ എന്താ പറയുക, ഫാസ്റ്റ് ഫുഡും അതും ഇതും വാരി വെച്ച് കഴിക്കുന്ന ഒരേ ഒരു സമൂഹം നമ്മുടെ മലയാളി സമൂഹമാണ്. അതിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സമൂഹം. അപ്പൊ രാത്രി ഒരിക്കലും ഭക്ഷണം കഴിക്കരുത്. കാരണം രാത്രിയിലാണ് ശരീരം പകലത്തെ എല്ലാ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുന്നത്. വിശ്രമം നമ്മൾ അപ്പോഴേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വേണം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ പ്രവർത്തിക്കാൻ ആവശ്യമില്ലാത്തതൊക്കെ കളയാൻ. മെയിൻ്റനൻസ് ജോലി ചെയ്യുന്നത് രാത്രിയാണ്. അപ്പോൾ രാത്രി നിങ്ങൾ ഒരു 9-10 മണിയാകുമ്പോഴത്തേന് കിടന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു 4-5 മണിയാകുമ്പോഴത്തേക്ക് ഈ ജോലി ചെയ്യും. പക്ഷേ ഭക്ഷണം രാത്രി 7 മണിക്ക് മുമ്പ് കഴിച്ചിരിക്കണം. 7 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഒരു വിധം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ബാക്കി കുറച്ച് നേരത്തെ പണിയേ ശരീരത്തിലുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ടൈം ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ ഇല്ല, പകരം മെയിൻ്റനൻസ് ഫംഗ്ഷൻ നടക്കുന്ന. മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത ഫാറ്റൊക്കെ ഒഴിവാക്കുക, പുതിയ കോശങ്ങൾ ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കുക, പഴയ കോശങ്ങളൊക്കെ ഫിൽറ്റർ ചെയ്യുക, ദൃഢമായ കുറേ കോശങ്ങൾ ഉണ്ടാവും, അവയെ ഡിസ്പോസ് ചെയ്യുക, പലതും ഉണ്ടാവും. അതൊക്കെ മര്യാദ നടക്കണമെങ്കിൽ നിങ്ങളുടെ ഈ ദഹിപ്പിക്കുക എന്ന പ്രവർത്തനം ഒരു 10 മണി 11 മണിയാകുമ്പോഴത്തേക്കും തീർന്നിരിക്കണം. അല്ലാതെ 11 മണിക്ക് ഹോട്ടലിൽ പോയി കുറേ ഭക്ഷണം കഴിച്ച് നിങ്ങൾ കിടന്നാൽ നിങ്ങൾക്ക് ഡൈജഷൻ മാത്രമേ നടക്കുള്ളൂ, മെയിൻ്റനൻസ് നടക്കില്ല. ഏത് കാര്യത്തിനും മെയിൻ്റനൻസ് ഉണ്ട്. അപ്പം മെയിൻ്റനൻസ് നടക്കാത്തത്തോളം നല്ലപോലെ മനസ്സിന് ശരീരത്തിനുള്ളിൽ വേസ്റ്റ് കെട്ടിക്കിടക്കാൻ ഇടവരും. അത് കഫായിട്ടും വിയർപ്പായിട്ടും പിന്നെ മലമൂത്രമൊക്കെ ആയിട്ട് പുറത്ത് പോകണം, സാധാരണത്തിലേക്ക് പോകണം. പക്ഷേ അത് പോകുന്നതിനേക്കാളും കൂടുതൽ വേസ്റ്റ് ശരീരത്തിൽ കെട്ടിക്കിടക്കും. അത് ശരീരം പുറത്തുള്ളവരാണ് അസുഖങ്ങൾ വരിക. അപ്പോൾ അസുഖം വരാതിരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഞാനിത് നിങ്ങളെ ഉപദേശിക്കുകയാണ്. രാത്രി
7 മണിക്ക് ശേഷം ഒരു കാരണവശാലും നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. വേണമെങ്കിൽ പച്ചവെള്ളം കുടിക്കാം. രാത്രി ഒരു 9:30-10 മണിയാകുമ്പോൾ ഉറങ്ങിക്കൊള്ളാം. രാവിലെ 4 മണിക്ക് ശേഷം എപ്പോഴും എണീക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്മകൾ നേരുന്നു. മുഹമ്മദ്, അബ്ദുറഹ്മാൻ, യാസർ അറഫാത്ത്, തഹസീൻ, കുറേ പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഹംദൊക്കെ ഇപ്പോൾ വരുന്നത് നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും പേരെടുത്ത് പറയാൻ എനിക്ക് കഴിയുന്നില്ല. എന്തായാലും നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. ഇൻഷാ അല്ലാഹ് ഇനിയും കൂടാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ കൊല്ലം റിട്ടയർമെന്റ് ആണ്. ഇൻഷാ അല്ലാഹ് ഈ മാർച്ചിൽ ഇറങ്ങും. പക്ഷെ ഞാൻ ഇപ്പോൾ ഉള്ളത് ട്രെയിനിങ് സ്കൂളിലാണ്. 2 കൊല്ലമായിട്ട് ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു ജോലി അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ട് എന്നെ അങ്ങോട്ടാക്കി അവിടുന്ന് വരുമ്പോഴാക്കി അങ്ങനെ ഒരു സിസ്റ്റം പറ്റിയതാണ്. അപ്പോൾ അതനുസരിച്ച് ഇൻഷാ അല്ലാഹ് മാർച്ച് 31 ഈ ഫീൽഡിൽ നിന്ന് ഞാൻ ഇറങ്ങും. പിന്നെ ഞാനൊരു ഫീൽഡ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് അക്യുപങ്ചറാണ്. ഇൻഷാ അല്ലാഹ് അക്യുപങ്ചർ ചികിത്സ കുറേശ്ശെ ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ വിപുലമാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ബോർഡ് കാണാം, പേടിക്കണ്ട, ഞാൻ തന്നെ ആയിരിക്കും. കാരണം അക്യുപങ്ചർ ചികിത്സ പറയുമ്പോൾ പുരാതനമായ ചൈനീസിൻ്റെ ചികിത്സയാണ്. വളരെ നല്ലൊരു എഫക്റ്റീവായ സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്ത, എക്കണോമിക്, അതായത് ചിലവൊന്നും അധികം ഇല്ലാത്ത നല്ലൊരു ചികിത്സയാണ്. അതുകൊണ്ട് ചെറിയ അസുഖം, ഏത് അസുഖമായിക്കോട്ടെ, വലിയ അസുഖം വരാൻ കാരണം ആദ്യം ചെറിയ അസുഖം വന്നിട്ടാണ്. ചെറിയ അസുഖങ്ങൾ വന്നാണ് പിന്നെ അത് മോചിച്ച് വലിയ അസുഖം അത് ആർക്ക് വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ആ ഒരു വിവരം കൂടി ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എല്ലാവർക്കും അല്ലാഹുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഭാവി ജീവിതം പ്രശ്നങ്ങളില്ലാതെ സുഖകരമായി പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂടുതലും അതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നമുക്ക് ക്രിയാത്മകമായി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മേഖലയിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ശക്തി അതിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് ഉപകാരം പിന്നെ നമ്മുടെ സമൂഹത്തിന് ലഭിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ടീച്ചർ സൂചിപ്പിച്ച മാതിരി നമ്മുടെ സമ്പാദ്യം അത് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. സുഹൃത്തുക്കളൊന്നും ഇല്ലാത്ത രീതിയിൽ ആവശ്യക്കാരെ കണ്ട രീതിയിൽ ആ രീതിയിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കണം. കാരണം ഒരുപാട് കഴിവുള്ള ആളുകൾ നമ്മുടെ ഈ ബാച്ചിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത്രയും നല്ല രീതിയിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. ഇവിടെ എന്നോട് ഈ 2 വർഷം സംസാരിക്കാൻ പറഞ്ഞ ഈ സംഘാടകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്. അടുത്തതായി വേദിയിലോട്ട് ഈ പരിപാടിയുടെ കപ്പിത്താൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന മുഹമ്മദിനെ 2 വാക്ക് സംസാരിക്കാൻ ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. ആളുകള്, അതായത് പുറത്തുള്ള ആളിരിക്കുന്ന ആളുകളും പുറത്തുള്ള ആരുമില്ല. നമ്മുടെ കൂടെ 15 വർഷം മുമ്പ് പഠിച്ച വിദ്യാർത്ഥികളും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുമാണ് കൂടെ ഉള്ളത്. അപ്പൊ നമ്മൾ വേദിയിലോട്ട് ഒരാളെ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിച്ച് പറ്റാമെങ്കിൽ ഒരു വാക്കെങ്കിലും അല്ലെങ്കിൽ ഒരു സലാമെങ്കിലും പറഞ്ഞിട്ട് പോകണം എന്നാണ്. അത് ഒരു മര്യാദ. എന്തായാലും വേദിയിലോട്ട് മുഹമ്മദ് കയറണം. എല്ലാം ചെയ്യുന്നത് എങ്ങനെ സംസാരിക്കുന്നതൊന്നും അറിയില്ല. പക്ഷെ ഇത് പൈസ മലപ്പൂർവ്വം തന്നത് ചെയ്താണ് നല്ല ഇഷ്ടമായിട്ട് അറിയാം. എന്നിരുന്നാലും എല്ലാവരും വന്നതിനും മാഷ്മാരും വന്നതിന് വളരെ സന്തോഷമുണ്ട്. അടുത്തതായി വേദിയിലോട്ട് നമ്മുടെ ഫഹദിനെ ക്ഷണിക്കുകയാണ്. ഫഹദ് നമുക്കൊന്നും ഇതുപോലെ സംസാരിച്ച് പറ്റില്ല. ആകെ പറ്റില്ല 2 വരി പാടാറുണ്ടാവും. അത് പാടിത്തരാം.
വെച്ചോളാം ഞാൻ നിനക്ക് താജ് തോൽക്കണ കൂടെ വെച്ചോളാം എൻ്റെ റൂം നിന്റെ ചാരി ഞാൻ വെച്ചോളാം എൻ്റെ റൂം നിന്റെ ചാരി ഞാൻ വെച്ചോളാം മഴച്ചാറും ഇടവഴി നിഴലാകും കൽപ്പടവിൽ ചെറുപാലങ്ങിയുടെ തൂവൽ കുളിർ കാറ്റ് പോലെ ചാരി വന്നോളെ നിന്റെ ചാരി വന്നോളെ ഹംദേ രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ അതിൽ തന്നെ പറഞ്ഞു എല്ലാവരും വന്നതിലേക്ക് വളരെ സന്തോഷം. ടീച്ചേഴ്സ് വന്നതിൽ നമ്മളെല്ലാവരും നല്ല സന്തോഷമാണ്. ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല. ഈ വേദിയിലോട്ട് നമ്മളെ ക്ഷണിക്കുമ്പോൾ കയ്യിൽ വരാൻ നോക്കാം. കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഞാനേ പറഞ്ഞത് എനിക്ക് മൈക്കിലോട്ട് പ്രസംഗിക്കാനൊന്നും വലിയ കഴിവൊന്നുമില്ല. പക്ഷെ ഞാൻ എവിടെയും കേൾക്കുന്നത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയോ അവതരിപ്പിക്കുകയും ചെയ്യും. അപ്പൊ നമ്മള് ഇപ്പൊ ഈ 15 വർഷം മുമ്പല്ല ജീവിക്കുന്നത്. ഈ 15 വർഷം മുന്നോട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മള് എവിടെയും ആ വേദിയിലോട്ട് കയറി നമ്മൾ സംസാരിക്കുമ്പോ എവിടെയും നമ്മള് അതില് കടന്നു ചെന്ന് സംസാരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. കാരണം എല്ലാത്തിനും നമ്മള് അന്നും ആ ഒരു 10ാം ക്ലാസ്സുകാരനായിട്ട് തന്നെ പോകും. അല്ലാതെ മുന്നോട്ട് പോകും. ഈ പറയുന്നതൊന്നും ഞാൻ എന്റെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. അല്ലാതെ ഞാനൊക്കെ എഴുതി കൊണ്ടുവന്നേ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിലോട്ട് വന്നപ്പോഴാണ് ഞാൻ തന്നെ അധ്യക്ഷനാണ് എന്ന് ഞാൻ തന്നെ എത്തിപ്പെട്ടു. ഞാൻ തന്നെ വേണമായിരുന്നു ചോദിച്ചു. പക്ഷെ എന്തായാലും ഞാൻ എന്നെ ഏൽപ്പിച്ച പണി അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യാൻ ഇതല്ല. അത് എന്നെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം. നമ്മൾ ഒരുപാട് ഈ പൊതുരംഗത്ത് സാമൂഹ്യ രംഗത്ത് ഒരുപാട് പ്രവർത്തിക്കുന്ന ആളാണ്. ഒരുപാട് സംഘടനയിലും അതിലൊക്കെ മെമ്പറായിട്ടുള്ള ആളാണ്. അതിനകത്ത് ഇരിക്കുന്നത് 2 മണി 2:30 എടപ്പാട് ഒരു പരിപാടിയുണ്ട്. നമ്മുടെ ജില്ലാ സംഘടന ഒരുപാട് പരിപാടികൾ നമ്മളായിട്ട് ഇറങ്ങി ചെന്നിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മളൊക്കെ ഒരു വേദിയോട് ക്ഷണിക്കുമ്പോൾ നമ്മളെന്താ കുറെ കഥാപ്രസംഗം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ 2 വാക്ക്. കാരണം ഈ മാഷന്മാര് നിങ്ങൾ പഠിക്കുമ്പോൾ അവർക്ക് തോന്നണ്ടേ, നിങ്ങൾ എന്തെങ്കിലും കാര്യമെന്ന് അവർക്ക് തോന്നണ്ടേ. അതിനു വേണ്ടിയാണ് നിങ്ങളെ നമ്മൾ വേദിയിലോട്ട് ക്ഷണിക്കുന്നത്. അപ്പൊ അടുത്തതായി ഈ വേദിയിലോട്ട് 2 വാക്ക് സംസാരിക്കാൻ ഈ പറ്റൂല എന്ന് പറയുന്നത് വന്നിട്ട് 2 വാക്ക് പറഞ്ഞിട്ടെങ്കിലും പോകണം. അടുത്തതായി വേദിയിലോട്ട് സുമയെ പൈസ അവരെ കൊണ്ടൊക്കെ പുറത്തോട്ട് പോയി. പിന്നെ ഏതായാലും നമ്മളെക്കാളും ആത്മാർത്ഥ കാണിച്ച നമ്മൾ ഇവിടെ മുടക്കിപ്പോയി. ഭയങ്കര ആത്മാർത്ഥ ഞങ്ങൾ കാണിച്ചു. സ്കൂൾ പഠിക്കണമെന്ന് തന്നെ ഇങ്ങനത്തെ അർത്ഥത്തിനൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഏതായാലും അതിൽ എല്ലാവർക്കും എന്താ പറയാൻ പറ്റില്ല. ആശംസകൾ അറിയിച്ച് നമുക്ക് അടുത്തത് ഇവിടെ പാട്ട് പാടുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞല്ലോ. ടീച്ചർ ഞാൻ ചോദിക്കുന്ന ആരാണ്, അവരെ കൊണ്ട് ഒരു പാട്ടെങ്കിലും പാടിപ്പിക്കാൻ പറ്റും. അപ്പൊ ജസ്റ്റ് 2 വരെങ്കിലും വഹിത ഈ വേദിയിൽ വന്നിട്ട് പാടാമെന്ന് അപേക്ഷിക്കുകയാണ്. ും
മൂന്നാണോ രണ്ടാണോ മൂന്നാണോ വിളിച്ചിനോ? സ്റ്റേജ് നോക്കിയപ്പോ ചെറിയൊരു ബേജാറ്. കാരണം ഒക്കെ റിട്ടയർഡായ ആ കൂട്ടത്തിൽ ഇരിക്കുമ്പോ ഒരു ബേജാറ്. അത് ഇരിക്കണേ. പിന്നെ ഏതായാലും നിങ്ങള് ഇങ്ങനെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് മുഹമ്മദ്? അതെ, ഞാൻ വിചാരിച്ചു മുഹമ്മദ് വേറെ ഏതോ ബാച്ചാണ്, സീനിയർ ബാച്ചാണ്. ഒരു വലിയൊരു ചെങ്ങായി ഇങ്ങനെ കടന്നു വരുന്നത് തൈരിക്കും മാറിയിട്ടില്ലേ? ഓണം തടി ഒന്നും തിന്നേണ്ടതുണ്ട്. ഓടപ്പേര് പഞ്ഞാച്ച. ഏതായാലും നിങ്ങള് ഈ പ്രോഗ്രാം ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു. അപ്പൊ ഇനി ഇത് ഉഷാറായിട്ട് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ ഒരുപാട് നേട്ടങ്ങളും നന്മകളൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് നന്മകൾ കിട്ടുന്ന കാര്യങ്ങളുണ്ട്. ഒന്നറിയാം, നമ്മളിപ്പോ ഇരിക്കുന്ന ഹോള് നിങ്ങളെ പോലെയുള്ള കുറെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഭാവന ചെയ്തിട്ടുണ്ട്. സ്വർണത്തിനും കുറയും. കാരണം അവിടുന്ന് സമ്മതം കിട്ടണം, അമ്മായിമ്മേൻ്റെ സമ്മതം കിട്ടണം, അതൊക്കെ കൂടി ഇറങ്ങാറുണ്ട്. അപ്പൊ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നം ഇല്ല. അപ്പൊ നിങ്ങള് വീണ്ടും ഇതേപോലെ കൂടണം. ബോയ്സ് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ മാസത്തിൽ 2 മാസം കൂടുമ്പോൾ ഒന്നായിട്ട് എല്ലാവരും കൂടി ആകുമ്പോൾ സ്കൂളിലേക്ക് വിളിച്ചാലേ പോലെ കിട്ടുള്ളൂ അല്ലേ? വേറെ എന്തെങ്കിലും പെരിക്ക് പോകാൻ കാണാൻ പറ്റൂല. ആകെ ബേജാറ്. നിങ്ങൾക്ക് വീടുകളിൽ കൂടാം. പോലീസ് തഹസീലിന്റെ അവിടെ കൂടിയാൽ മതി. എല്ലാവരും കൂടി ബോയ്സ് ഇനി വിളിക്കണേ. അതേപോലെ ഒരു ദിവസം മൊബൈലിനോട് കൂടാ. അങ്ങനെ ഡോക്ടറിനോട് അല്ലേ അവിടെ കൂടാം. അപ്പൊ അങ്ങനെ കൂടിയിട്ട് അന്ന് ഇപ്പൊ ഫസ്റ്റ് കൂടുമ്പോ ഒരു 15 ആള് 20 ആളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ കൂടുമ്പോ വേറെ 15 ആളെ പുതിയ ആളുകളായി ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്ത് ആൺകുട്ടികൾ ഒരു വലിയൊരു സംഭവമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പെൺകുട്ടികളും വലിയ സംഭവം. അതിന്റെ കാരണം ഞാൻ പറയുന്നില്ല ഇപ്പോ. ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ആവും. അപ്പോ ഏതായാലും നിങ്ങൾ ഇത് തുടക്കം എന്നുള്ള നിലയിൽ ഇത്രയും കുട്ടികളെ എത്തിച്ചു തന്നത് ഒരു വലിയ വിജയം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ കുറഞ്ഞ സമയം കൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകും അല്ലേ? ആ ഒരാഴ്ച കൊണ്ട് ചെയ്യുന്നത് ഇന്നത്തെ ഇത്രയും ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വലിയൊരു വിജയമായിട്ടാണ്. വളരെ നന്നായിട്ട് എത്തിപ്പെട്ടിട്ടുണ്ട്. എനിക്കൊരു സങ്കടം വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ പെണ്ണുങ്ങളാണോ ജോലികൾ തുടങ്ങിയപ്പോൾ ഇങ്ങനെ മുന്നിലേക്ക് തലത്തിൽ ഇറങ്ങിയിട്ടില്ല. അപ്പൊ അത് മാത്രം സങ്കടമായിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എല്ലാവരും വിളിക്കുക, എല്ലാവരും പരിചയപ്പെടുകയും ചെയ്യാം. എന്നാൽ മാത്രമല്ല ഇന്ററാക്ഷൻ ആണെന്നുള്ളത്. അപ്പോ എല്ലാവരും കൂടി വന്ന് ആരൊക്കെയാണ് പലർക്കും പേര് ഓർമ്മയുണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അറഫാത്ത് അതുപോലെ തന്നെ അറഫാത്ത് 10 C ക്ലാസ്സിലായിരുന്നു ഞാൻ മുഹമ്മദ്. പിന്നെ കുറച്ച് പേര് ലൈബ്രറിയിലായിരുന്നു. കുറെ പേര് ദിവസമൊക്കെ ഉണ്ട്, വന്നിട്ടില്ല. ഒരു ലൈബ്രറി C ക്ലാസ്സിലെ ബാച്ചൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇന്നിപ്പോ കുറെ കാലത്ത് മോമിനെ ഞാൻ കാണുന്നത് ഇപ്പോൾ വലിയൊരാണ്. പക്ഷെ അതിനിങ്ങനെ ഒരു വേദി വേണ്ടി വന്നതാണ്. പക്ഷെ അതിന്റെ ഹാർഡ് വർക്ക് മൊത്തം ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു 3-4 പേരാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. മുഹമ്മദ്, റയീസ്, നസീന, ഫൈസൽ, എല്ലാവർക്കും കണക്കിട്ടാണ് കൂടുതൽ എല്ലാവർക്കും കൂടി നന്ദി പറയേണ്ടത്. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? അപ്പോ ആ തരത്തിൽ ഇങ്ങനെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തത് ഇബ്രാഹിം സാറ് പറഞ്ഞത് നല്ലൊരു മോഡലായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളങ്ങനെ മീറ്റപ്പ് ഈ പറഞ്ഞ ഫ്രണ്ട്സിന്റെ വീട്ടിലോ മറ്റുള്ളവർക്കൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇതിനെ നീട്ടി കൊണ്ടുവരാൻ പറ്റും. നമ്മളിപ്പോ 10-40 പേരൊക്കെ വന്നിട്ടുള്ളൂ. മനസ്സിലാക്കിയപ്പോ ഒരു 10-300ഓളം കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിൽ 150 പേര് വന്നിട്ടില്ലേ നമ്മൾ. അപ്പൊ അത്രയും പേരെ നമ്മൾ എങ്ങനെ ക്ലബ് ചെയ്യിക്കണം എന്നുള്ളത് ഈ ഇനീഷ്യേറ്റീവ് ഈ ടീമിന്റെ ആളുകൾ വിചാരിച്ചാൽ നടക്കുന്നത്. നിങ്ങൾ ഒരാളുടെ മനസ്സിൽ മറ്റുള്ളവരെ കൂടി മോട്ടിവേറ്റ് ചെയ്ത് അവരെത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം 150 പേരുള്ള ഒരു നല്ലൊരു വലിയൊരു യൂണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും സഹായമാവാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാവാം. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട്
ഒരു ഒരു ടീമായിട്ട് അല്ലെങ്കിൽ ആ സാധനത്തിന് ആ പ്രശ്നത്തിന് കവർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഫോം ചെയ്യാൻ ശ്രമിക്കണം. ഫോം ആണെങ്കിൽ ഞാൻ ഒരു ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൂടെ കമ്പനി ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞ ടിപ്സിന് നോക്കി പോയാൽ മതി. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഇതെങ്ങനെയെങ്കിലും ഒന്നുകൂടെ എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവരാം. ഗേൾസിന്റെ ഭാഗത്താണെങ്കിലും ബോയ്സിന്റെ ഭാഗത്താണെങ്കിലും നമ്മളെല്ലാവരും കൂടി ശ്രമിച്ചിട്ട് ഇതിനെ വലുതാക്കി കൊണ്ടുവരാം. 2005 SSLC ബാച്ച് നമ്മൾ ഞാൻ മനസ്സിലാക്കിയപ്പോൾ മാഷ് പറഞ്ഞ പോലെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ബാച്ചാണ് ഈ വർഷം പ്രോഗ്രാമിലൊന്നും. അപ്പോൾ വലുതാക്കി വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. അപ്പോ എന്താ എനിക്ക് പിന്നീട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയും, നമുക്കിത് വലുതാക്കുന്നതിനെ ചിന്തിക്കുക. എത്രത്തോളം ആളുകൾ ആഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക. നമുക്ക് നെക്സ്റ്റ് മീറ്റപ്പ് വരുന്ന ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാം. എത്ര പേര് കവർ ചെയ്യാൻ പറ്റും അവരൊക്കെ നമുക്ക് കവർ ചെയ്തിട്ട്. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രിൻസിപ്പലി പറയാം, ഇതിന്റെ ദിവസത്തെ ഈ ഒരു സ്റ്റേജ് ഇങ്ങനെ വരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഞാൻ എപ്പോഴും പറഞ്ഞു നമ്മളെ ഹാറ്റ്സ് ഓഫ്. നന്നായി ചെയ്തു. എന്റെ ബാക്കിൽ പുറകിൽ നടന്ന് ആരൊക്കെ ഇപ്പൊ ചിലപ്പോ മറ്റുള്ള കാര്യം കൊണ്ട് എല്ലാവരും ബാക്ക് ചെയ്യും. ഞാനൊരു 3-4 വർഷം വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്ക് പോയി. എന്നാണ് തോന്നുന്നത്. അത് ഞാൻ സംഭവിച്ചു കേട്ടോ. എന്തെങ്കിലൊക്കെ അത്ര ഞാൻ വില കൊടുത്തിട്ടുള്ളതാണ് സത്യം. പക്ഷെ ഈ ഒരു സ്റ്റേജ് വരെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാനൊന്ന് മിസ് ചെയ്തു നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയുടെ കൂടെ കൂടാതെ. അപ്പൊ പിന്നെ ഇവിടെ നമുക്ക് വേണ്ടി ഇതുവരെ വന്ന് നമ്മുടെ ഈ ഡയലോഗ് ഇപ്പൊ വേറെ കാര്യം ഞാൻ അവസാനം കഴിഞ്ഞു. എന്തായാലും ഞാൻ രാവിലെ അവിടെ വന്നിരുന്നു. എന്നെ മുമ്പ് വിളിക്കാൻ 10 മണിക്കാണ്. ആ 10 മണിക്ക് ഞാൻ ഇതിനകത്ത് കയറി. അപ്പൊ ഗേറ്റ് തുറന്ന് ബാക്കിയുള്ളവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്നെ തുടക്കത്തിൽ. അപ്പൊ ഞാൻ ഒന്ന് പോയിട്ട് വരാം, കുറച്ച് രാഷ്ട്രീയങ്ങളുണ്ട്, അതിനൊരു കമ്മിറ്റി ചെയ്യുന്നത് കഴിഞ്ഞിട്ട് വരിക. അതിന്റെ മുഴുവനായില്ല കഴിഞ്ഞ് ചാടി പോകുന്നത്. സീനിയർ വിളിച്ചുകൊണ്ട് കയറി പോകുന്നത്. അപ്പോൾ ചാടി പോകുന്നതാണ്. എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാറുണ്ട് ഒറ്റ കാര്യം. നിങ്ങളൊക്കെ പലരും പാമ്പാരൊക്കെ ആയിരുന്നു, ഉമ്മാനൊക്കെ ആയിരുന്നു. നമ്മൾ ഇനിയുള്ള കാലം നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്. നമ്മളെ മുതിർന്നവരെ സംരക്ഷിക്കുന്നത് കൂടുതൽ പ്രാധാന്യം. പാപ്പാവുമ്മ, അതുപോലെ നമ്മളെ വീട്ടിലുള്ള തലമുതിർന്നുള്ള വയസ്സിൽ നോക്കുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള ആ കാര്യത്തിൽ ഞാൻ എല്ലാവർക്കും പറയുന്നൊരു കാര്യമാണ്. പല സ്ഥലത്ത് പോകുമ്പോഴും എൻ്റെ മനസ്സിൽ തട്ടിയ കാര്യമാണ്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയും. 3 വയസ്സ് വരെ എഴുന്നേറ്റ് നിൽക്കാൻ കൂടി കഴിയാതെ ബാലപീഠ പിടിച്ച 3-ാമത്തെ വയസ്സിലാണ് ഞാൻ എഴുന്നേറ്റ് പിടിച്ചു നിന്നത്. അപ്പൊ ഞാൻ ആലോചിച്ച് എൻ്റെ ചെറിയമ്മ പറഞ്ഞ പല വാക്കുകളും എന്നാൽ ദാസെന്നാ വിളിക്കുക. രാമദാസ് നിങ്ങൾ വിളിക്കില്ലേ? വീട്ടിൽ ദാസനാണ്. ദാസ അമ്മേനെ ഒരിക്കലും നീ ബുദ്ധിമുട്ടിക്കരുത്, നല്ലോണം നോക്കണം. എനിക്ക് എങ്ങനെ പറയുന്നത് ഞാൻ തന്നെ നോക്കാമെന്നില്ല. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നീ 3-ാം വയസ്സിലാണ് എഴുന്നേറ്റത്. അതുവരെ ഇതിനെ തോളിട്ട് നടക്കണം. മറ്റേ നീ ചന്തിക്കുന്നത് ഇറങ്ങിക്കൊണ്ടാണ് നടക്കുക. ഇപ്പൊ അതിന് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെയായിരുന്നു ഞാൻ. പലപ്പോഴും നിന്റെ ഞങ്ങളോട് പറഞ്ഞു. 3-ാമത്തെ കാര്യം, നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളൊക്കെ പലരും പല നല്ല സ്ഥിതിയിൽ കഴിയുന്ന കുറേയൊക്കെയാണ്. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇവിടെ പല ബാച്ചുകളുണ്ട്. വീട് വെച്ചു കൊടുത്ത ബാച്ച്, കുട്ടിയുടെ വീട്ടിൽ ക്ഷണിക്കാൻ പോയ പാർട്ടിയുടെ അവസ്ഥ കണ്ട്, വീട്ടിലെ അവസ്ഥ കണ്ടിട്ട് വീട് വെച്ചു കൊടുത്ത ബാച്ച്. അത്രയും മോശം കുട്ടികൾ നമ്മുടെ കൂട്ടത്തിൽ പഠിച്ചവരുണ്ടാവും. ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ. ദൈവം തന്നിട്ട് എല്ലാ അനുഗ്രഹവും വെച്ചിട്ട് നമ്മൾ നടക്കുന്നുണ്ടല്ലോ. അവരും അതിന് അങ്ങനല്ലേ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്തു. ഈ 3 കാര്യമാണ് കാര്യമായിട്ട് കണ്ടത്. ബാക്കി ഇതൊക്കെ ചെയ്താൽ യാതൊരു സംശയമുള്ള ബാക്കി ദൈവത്തിന് നിങ്ങൾക്ക് ഉയരാനുള്ള എല്ലാ ദൈവത്തിന് യാതൊരു സംശയമില്ല. യാതൊരു സംശയവുമാണ്. ഈ 3 കാര്യത്തിലും അദ്ദേഹത്തിന് നിങ്ങളൊക്കെ ഇവിടെ ഇൻട്രഡക്ഷൻ നടത്തിയില്ല. നിങ്ങൾക്ക് എവിടെത്തി എന്നൊക്കെ ഒന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നന്നാവും. അതിലൊക്കെ പറയുന്നു. ചിലർ മഞ്ഞുമാരൊക്കെ ആയിട്ട് പറഞ്ഞാൽ
അതുപോലെ നമ്മൾ ഗ്രൂപ്പിൽ പല വോയിസ് വിടാറുണ്ട്, മെസ്സേജസ് വിടാറുണ്ട്. ജസ്റ്റ് ചില സമയത്ത് ലൈക്കായിട്ടും പല നല്ല വാക്കുകൾ ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് കാണാം. ബൈ. അപ്പോഴും ഒത്തിരി പുഞ്ചിരി തൂങ്ങിയിട്ടുണ്ടാവും. നമ്മൾ അപകടം സംഭവിച്ചതായിരുന്നു നമുക്കാർക്കും ആ വ്യക്തി എപ്പോഴും അപകടത്തെ കുറിച്ച് വന്ന കാര്യം നമുക്ക് സംസാരിക്കുന്നില്ല. ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കും ഒരുപാട് കാര്യങ്ങൾ. ഞാൻ എല്ലാ തവണ വരുമ്പോ ഇവിടെ വരുമ്പോ ഇപ്പൊ നമ്മളെ കുറച്ച് കാലങ്ങൾ ഇപ്പൊ ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഇവിടെ കാര്യങ്ങൾ ഇവിടെ തന്നെയാണ്. അപ്പം ഇപ്പൊ കൂടുതലായിട്ട് അധികം കാണാറുണ്ട്. നമ്മുടെ ആ അങ്ങാടി തന്നെയാണ് ഇപ്പം വരാറ്. വളരെ നമുക്കെല്ലാവരും സങ്കടമുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് പോയി സങ്കടമില്ല. കാരണം നമ്മുടെ കൂടെ പഠിച്ച ആളാണ്. ഒരുപാട് പ്രയാസങ്ങളിലെല്ലാം കരകയറി നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിച്ചു പോകുമ്പോൾ ജാഫറിന് നമ്മളോട് 2-3 വാക്ക് സംസാരിക്കാൻ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമ്മളോട് കൂടെ ചെലവഴിച്ച സമയങ്ങളിലെ കാര്യങ്ങളിലെല്ലാം നമ്മളോട് പറയാനുണ്ടാവും. അപ്പൊ ജാഫറിന് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം. വരൂല ചേട്ടാ ഇപ്പം നേരം വിളിച്ചില്ല ഹൗസിക്ക് വിളിച്ചു. ഞാൻ ഇഷ്ടപ്പെടുന്നുള്ള ആ ഒരു ഫേസും ഹലോ എല്ലാം
പോയതിൽ പിന്നെ ഞാൻ കാണുന്ന നിന്നെ ഞാൻ ഹൃദയത്തിനുള്ളിലെ നമ്പർ പോകാം ഹൃദയത്തിനുള്ളിലെ നമ്പർ പോകാം അങ്ങനെ കൊണ്ടെന്റെ കരകുയനച്ചോളെ കടലോളം സഹം തന്നാൽ ഹൃദയം ചോളെ അങ്ങനെ കൊണ്ടെന്റെ കരകുയനച്ചോളെ കടലോളം സഹം തന്നാൽ ഹൃദയം ചോളെ നീ തന്ന നീ തന്ന സുഖങ്ങൾ ഞങ്ങളുള്ള സ്വപ്നങ്ങൾ എല്ലാം ഓർമ്മയായി എല്ലാം ഓർമ്മയായി എരിഞ്ഞൊടുങ്ങി കണ്ണീർ കൊണ്ടെന്റെ കരകുയനച്ചോളെ കടലോളം സ്നേഹം ഹൃദയം ചോളെ സഞ്ജി ബാച്ചാണ് 2005 ഞാൻ മനസ്സിലാക്കുന്നത് 10ാം ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. 8ലോ 9ലോ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത് പറഞ്ഞപ്പോഴേ മുഹമ്മദ് ഈ കാര്യം പറഞ്ഞപ്പോഴേ വളരെ നിർബാധമത 10ാം തീയതി നടത്താമെന്നും വളരെ ഗംഭീരമായിട്ട് നടത്തണമെന്നും എൻ്റെ ആരോഗ്യത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇപ്പോഴേക്കും ഇങ്ങനെ കൂടി നമ്മുടെ സ്കൂളിൻ്റെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങളുടെ സഹകരണം കരുത്തൊക്കെ ഉണ്ടാകുന്ന ഒരവസരത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ +2 പഠിപ്പിച്ചിട്ടുണ്ട്. യാത്രടക്കമുള്ള മുഹമ്മദ് അടക്കമുള്ള ഒരുപാട് ഞാൻ പിന്നെ പെൺകുട്ടികളുടെ മുഖത്ത് കാണുമ്പോൾ +2 ക്ലാസ്സിൽ ഇരുന്ന ആ മുഖം ഓർമ്മ വരുന്നുണ്ട്. ഏതായാലും നിങ്ങളുടെ എല്ലാം ഈ പരിപാടിക്ക് എല്ലാവരുടെ വിദ്യാശിഷ്ടം നേടുകയാണ്. നമുക്ക് അറിയാവുന്ന പോലെ പണ്ടുകാലം ഇന്ന് ഞാൻ നടക്കാൻ പോകുമ്പോൾ കാണുന്ന വ്യക്തി കൂടിയാണ്. നമ്മുടെയൊക്കെ പിന്നെ പഠിപ്പിക്കുന്ന കാലത്ത് 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിപ്പിച്ച ആ ഒരു ഓർമ്മയൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. എല്ലാവിധ വിദ്യാശിഷ്ടങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ വിജയം ഉണ്ടാവട്ടെ നമുക്ക് ആശംസകൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തതായി റഷീദ് മാഷിനെ ഞാൻ ഈ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. ഉസ്മാൻ സാറല്ലേ? എന്താ എല്ലാവരും കൂടി ബാങ്കിൽ പോയി ഫ്രണ്ടിൽ വരാൻ അങ്ങനെയാണ്? ഏതായാലും നിങ്ങളെ ബാച്ചിന്റെ പല ആളുകളോടും പല പ്രാവശ്യം കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് ഇതിന് അവസരം വന്നത് എങ്കിലും നിങ്ങൾ കൂടിയത് അധികം സന്തോഷം. പിന്നെ കൂടുതൽ സംസാരിക്കാൻ പാടില്ല എന്ന് തിരിച്ചു പറയും. കാരണം ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോഴും നിങ്ങൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ കേൾക്കാൻ ഇപ്പോഴും താല്പര്യപ്പെടാറുണ്ട്. എന്തായാലും ആദ്യം കൂടിയ ബാച്ച് എന്ന നിലയിൽ പറയാനുള്ള 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കും. ഈ സ്കൂളിൻ്റെ മുഖച്ഛായ തീർച്ചയായിട്ടും മാറ്റിയത് അലുമിനി തന്നെയാണ്. നിങ്ങൾ പഠിച്ച കാലത്ത് ഈ സ്കൂളിൻ്റെ ക്യാമ്പസും ഇന്നത്തെ ക്യാമ്പസും എൻ്റെ ഡിഫറൻ്റാണ്. അതിന് കാരണം ഒന്ന് ഈ ബിൽഡിങ്ങിൻ്റെ പണി തന്നെയാണ്. അതിന് അലുമിനി 60 ലക്ഷമാണ് ഉണ്ടാക്കിയിരുന്നത്. അതിന് ഭാഗവാക്കാവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് തെറ്റല്ല. പക്ഷെ കൂട്ടാനോ അല്ലെങ്കിൽ ഇതിനെ കോർഡിനേറ്റ് ചെയ്യാനോ നേതാക്കന്മാർ ഇല്ലാതെ പോയോ എന്ന ഒരു ഡൗട്ട് അറഫാത്തിനോടൊക്കെ 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ബാച്ചിൽ കൂട്ടണം എന്ന്. എൻ്റെ അയൽവാസി കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എപ്പോഴും കാണാറുണ്ട്. ഇനി ഓക്കെ, രണ്ടാമത്തെ ഒരു ഘട്ടം കഴിഞ്ഞ അലുമിനിയുടെ ഫസ്റ്റ് മീറ്റിലാണ് ഈ ഇതിൻ്റെ മീറ്റിംഗ് വന്നത്. അതോടുകൂടി തന്നെ സ്കൂൾ മാറും. രണ്ടാം ഘട്ടത്തിൽ ഇതിൻ്റെ കുറ്റം ബ്യൂട്ടിഫിക്കേഷൻ അതിലും നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ഈ സ്കൂളിൽ പിരിവുകളൊന്നുമില്ല. ഏതായാലും ഒരു സ്റ്റാൻഡേർഡ് സ്കൂളിലേക്ക് ഈ സ്കൂളിൽ എത്തി.
വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഉയർന്ന വിജയശതമാനം നിലനിൽക്കുന്നുണ്ട്. അതേപോലെ കുട്ടികൾക്ക് ഒരുക്കുന്ന ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിലും മെച്ചപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു വളരെ അത്യധികം കൂടി ഇന്റർനാഷണൽ സ്കൂൾ ലെവലിലേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ബാക്കിയുണ്ട്. അത് നിർബന്ധമുള്ള കാര്യങ്ങളല്ല. അതിനപ്പുറം നിങ്ങളെ ഈ കൂട്ടായ്മക്ക് ഒരു നല്ല കാര്യമാണ് തുടക്കമായത് എന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്നതാണ്. ഒരു കുട്ടിയുടെ കല്യാണക്കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഗ്രൂപ്പ് കൂടിയത് എന്നതിൽ അത്യധികം സന്തോഷമാണ്. നമ്മുടെ അലുമിനി ഈ ഗ്രൂപ്പ് സംഘാടകരായ നമ്മളടക്കമുള്ള ആളുകൾ ആരെയും പേരിട്ട് പറയുന്നില്ല. അതുപോലെ എൻ്റെ പിറകിലാണ് ഇരിക്കേണ്ടത് എങ്കിലും മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർ ആരെയും പറയാൻ വലിയൊരു മൈക്കിട്ട് സംസാരിക്കുന്ന ആളൊന്നല്ല. എങ്കിലും എന്നോട് ഈ പരിപാടിക്ക് നന്ദി പറയാനാണ് വിളിച്ചിട്ടുള്ളത്. എന്താ പറയാ എന്നുള്ളത് ഒന്നും അറിയില്ല. ഒരുപാട് വന്നപ്പോൾ തന്നെ ബാക്കിലാണ് ഇരുന്നത്. കാരണം അന്നേ ബാക്കിൽ ഇരുന്നാണ് പരിചയമുള്ളത്. അപ്പം അതുകൊണ്ട് ബാക്കിലാണ് ഇരുന്നതാണ്. പിന്നെ മറ്റുള്ള ആരും പരിചയപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയത്. കുറച്ച് നേരം വൈകിട്ടുണ്ട്. ഈ മൈക്കെടുത്ത് പറയും എന്ന് പറയാനുള്ള കാരണം കൂടി ഞാൻ പറയാം. എൻ്റെ നാട് ചെറുമുക്കാണ്. കണ്ണൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയാനുണ്ടായ കാരണം. എന്നാൽ അത്രത്തോളം വലിയൊരു മൈക്കെടുത്ത് പറയുന്ന ആളാണ്. പിന്നെ ഒരുപാട് ടീച്ചർ പറഞ്ഞ് ബിരിയാണി വെച്ച് പതിരിച്ച് പോകുന്ന ബിരിയാണിയുടെ കാരണം എന്താണെന്ന് പറയാം. അടുപ്പിലാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ മക്കളെല്ലാം കൂടെ അടുപ്പിലായി എന്ന് പറയും. ബിരിയാണി കൊണ്ട് ഒരു വിളിച്ച് പോയി ഒന്നായിട്ട് തിന്നാൻ പറ്റാതെ പറയും. ഇവരൊക്കെ ആരൊക്കെ അടുപ്പത്ത് വെച്ച് പോകുന്നെങ്കിലെന്നുള്ള ഒരു ഭർത്താക്കന്മാർക്കും ഒക്കെ. എന്നിരുന്നാലും ബാക്കി കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഒരുപാട് ആളുകളെ ഭാഗത്തിരിക്കുന്ന ആളുകളൊക്കെ കുറേയൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും വെച്ച് കാണാറുണ്ട്. ഈ ഭാഗത്തുള്ള ആളുകളെ ഒന്ന് രണ്ടാളുകളെ ഇന്ന നാട്ടിൽ തന്നെ കല്യാണം കഴിച്ചു പോകുന്നത് അതിൻ്റെ അവിടെ കാണാറുണ്ട്. മറ്റുള്ള ആളുകളൊന്നും സത്യം പറഞ്ഞാൽ പേരുകൾ അറിയും എന്നല്ലാതെ കൂടുതലായിട്ടൊന്നും അറിയില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അവരും സംസാരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അവർക്കുള്ള മടിയോണ്ടൊക്കെ സംസാരിക്കാറുണ്ട്. പിന്നെ ബഷീർ മാഷിർ പറഞ്ഞൊരു കാര്യത്തിനോട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ ബാച്ചിന് നമുക്ക് പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ വരുന്ന കാര്യങ്ങളിൽ എന്തായാലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ടും സഹകരണം ഉണ്ടാവുന്ന അറിയിക്കുകയാണ് ഈ ബാച്ചിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അഴിക്കണമെന്നാവും ജീവിതത്തിന്റെ പാട്ടില്. അതല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു മുന്നോട്ട് പോകുന്നത്. പിന്നെ അതുപോലെ എന്റെ നാട്ടുകാരനാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്താ പറയാ അതിന്റെ ഒരു വിധി. എന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ കാര്യങ്ങളും നാട്ടുകാരനായതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ ആളുകളുടെ ഇടയിൽ ജാഫർ എന്താണോ അതിലുപരി നമ്മളെ കണ്ടുകൊണ്ട് എന്നും ആ ജാഫർ എന്നുള്ള എന്നും കാണുന്ന ആളുകളാണ്, എപ്പോഴും കാണുന്ന ആളുകളാണ്. ഏതായാലും പിന്നെ സ്കൂളിലെ ടൈമിലും പുറത്ത് ഇപ്പോഴും പുറത്ത് എന്താണ് ഏതായാലും ഈ കൂടുതലായിട്ടും പറഞ്ഞില്ല. ഭക്ഷണത്തിന് കാത്തിരിക്കണം. അടുത്ത സെക്ഷൻ അതല്ല നസിയ അല്ല നിർത്തിക്കാണെന്ന് അറിയില്ല എന്താണ്. പിന്നെ സാദിക്ക് സൂചിപ്പിച്ച് വന്ന ആളുകൾ അവര് ബോക്സ് വെച്ചിട്ടുണ്ട്. സാദിക്ക് എന്റെ പേര് പറയണമെന്നൊക്കെ പറഞ്ഞു. ഒന്നുകൂടി പറയണം. അപ്പൊ ആ ബോക്സിന് കഴിയുന്ന എന്നതൊന്നുമില്ല. എന്താണ് കഴിയുന്നത് ആ ബോക്സ് വെച്ചിട്ട് നമ്മുടെ ഈ നമ്പറിലല്ല
ഒരുപാട് കുട്ടികളുടെ ഭക്ഷണത്തിന് സമയം എല്ലാവർക്കും നമ്മുടെ ഈ ബാച്ചിൻ്റെ നന്ദി അറിയിക്കണം. ആദ്യം നമ്മുടെ ഈ പരിപാടി പങ്കെടുത്ത നമ്മുടെ ക്ഷണം സ്വീകരിച്ചു. വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് ഷൗക്കത്ത് മാഷ് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ടും അവരുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഈ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഒറ്റവാക്കിലും നന്ദി പറയണേ. അതുപോലെ നമ്മുടെ കുട്ടികൾ അവർക്കും പ്രത്യേകം നന്ദി അറിയണം. ഇതൊക്കെ ഒരു പാഠമാവട്ടെ അവർക്കും. പിന്നെ അതുപോലെ എല്ലാവർക്കും ഈ ബാച്ചിൻ്റെയും എൻ്റെയും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത സെക്ഷനിലേക്ക് കടക്കണേ. അപ്പോൾ ആരും നിർത്തിപ്പിടിച്ചാണ്ട് നിങ്ങളോട് ബാക്കിൽ ആരും നിർത്തിപ്പിടിച്ചാണ്ട് അവിടെ റെഡി ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് മനസ്സിലാക്കി കേടരുത്തില്ല. അപ്പോൾ ഒന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും പറ്റുവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തണം. കഴിഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിന് മുമ്പ് നമസ്കരിച്ച് ഭക്ഷണം കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് കറക്റ്റ് അങ്ങനെ പോസ്റ്റ് ആ മാഷ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ അന്ന് അതിനെപ്പറ്റി പറഞ്ഞത്. ഇപ്പോൾ നിലവിലില്ല. ലേഡീസ് ആകുമ്പോൾ ഒരു 20 മിനിറ്റ്, പിന്നെ ലേഡീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ക്യാഷിനും പരമോഷനും പറയാനുണ്ടെങ്കിൽ അത് കല്യാണം വേണ്ടിയാണെങ്കിൽ എവിടെയാണെങ്കിലും നോക്കാൻ മണിക്കൂർ. അപ്പൊ അത്രയും സമയം തരാനില്ല. എല്ലാവരും കറക്റ്റ് 1:45 ഇപ്പോ കറക്റ്റ് 1:15 ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിച്ച് കറക്റ്റ് 1:45 തിരിച്ച് ഇതേ സ്ഥലത്തേക്ക് എത്തിച്ചേരാം. നമ്മുടെ പ്രിയപ്പെട്ട അസംബന്ധമാണ്. അപ്പോൾ ആദ്യം നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അസംബന്ധത്തിന്റെ നല്ലൊരു അടിപൊളി പ്രസംഗം കല്ല് ഇത് പാട്ടോട് കൂടി ആയിരിക്കും. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഹീറോ എന്ന് പറഞ്ഞ ഒരു ഹീറോ അല്ല. കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എത്ര പേര് സാധിക്കുന്ന അറിയാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞ് 3-4 കുട്ടികളായ അവർക്ക് കുട്ടികളായ പെങ്ങന്മാരുണ്ട്. ആ പെങ്ങന്മാരെ പഠിപ്പിച്ച മാഷാണ് അസമാഷ്. പിന്നെ അസമാഷിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മളൊക്കെ സിമ്പിളായിട്ട് കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ പൊതുരംഗത്തെ ചില എന്താ പറയാ കൺസ്യൂമർ കോർട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളില് അസമാഷ് വളരെ ഓരോ സ്കൂളിൽ പഠിക്കും. ആ ടൈമിലൊക്കെ ഈ ക്യാമ്പ് സെൻട്രൽ ഡൽഹിക്ക് അതിൻ്റെതായ ഓഫീസുകളിലെ ഒരുപാട് നിവേദനങ്ങൾ ഒരുപാട് എഴുതി വിട്ട് അത് പാസ്സാക്കിയതുകൊണ്ട് പാസ്സാവാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വ്യക്തി കൂടിയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് എത്തിക്കൊണ്ട് വന്നതാണ്. ആ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. എത്തുന്നുള്ളത് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഉച്ചയായിട്ട് നല്ലോണം
ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരാളുടെ കണ്ണ് തട്ടി അതോടുകൂടി ഭക്ഷണം അവിടെ വെച്ച് മുഴുവൻ കഴിച്ചിട്ടില്ല. പിന്നെ 2005 ബാച്ച് അല്ല 2005 ബാച്ചിനെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഫേസ്ബുക്കില് 2005 ഓറിയന്റൽ സ്കൂൾ 2005 ബാച്ച് ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ അന്നുള്ള ആളുകളൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് തരണം എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അപ്പൊ രണ്ടു വട്ടം ഞാൻ നോക്കി. ഓറിയന്റൽ ഹൈസ്കൂൾ 2005 ഞാൻ അവിടെ ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിട്ടത്. അപ്പൊ എന്റെ ഉറപ്പ് വെച്ച് ഞാൻ റിക്വസ്റ്റ് കൊടുത്ത് ആഡ് ചെയ്യും. പിന്നെ എന്റെ അപകടയാണ് അതിൽ നിന്ന് വരുന്ന ഭാഷകളൊക്കെ ഇതേവരെ കേൾക്കാത്ത ഭാഷകളൊക്കെ എന്റെ കൈത്തിൽ കിട്ടുകയാണെങ്കിൽ ചിലപ്പോ കൊടുത്തിട്ടുണ്ടാവും. അതിന് കൈത്തിൽ കിട്ടേണ്ട ആൾക്കാരാരാണെന്ന് അറിയില്ല. ആഡ് ചെയ്യുന്ന ആൾക്ക് ഞാൻ ഓർമ്മയിൽ വന്നു. ഒപ്പുള്ള ആള് പറയുന്നത് അത് ആ കുളമാശല്ലേ. പിന്നെ ആ ലൈബ്രറിന്റെ ബാഗിൽ ആട്ടുമുട്ടിലിരിക്കുന്ന മാഷന്റെ സഞ്ജയ് നമ്മുടെ കാര്യം ഒരുപാട് വഞ്ചിച്ചില്ലേ. പിന്നെ വേറൊരാളുടെ കമന്റ് ആ ഗെറ്റപ്പ് മാഷന്റെ എന്നുള്ള രീതി ആർക്കും അറിയില്ല. കാരണം ഇത് മുഹമ്മദ് ഹസൻ പരിഗണിക്കുന്നതാണ് അതിലുണ്ട്. അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ അങ്ങോട്ട് ഇന്നേവരെ കേൾക്കാൻ പറ്റാത്ത ഭാഷകൾ മുഴുവൻ ഒന്നൊന്നല്ല ഒരുപാട് എണ്ണം. അവസാനം ഞാനത് ബ്ലോക്ക് ചെയ്യും. മാതാച്ചിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്യും. പിന്നെ അതിലൊരു നല്ല കാര്യം, ഇത് തുടങ്ങുന്ന സമയത്ത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് സഹായം ചെയ്യുന്ന പിരിപ്പിക്കലുകൾ കൂട്ടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. നല്ല കാര്യം, അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ ആ കുട്ടി ഏതാണെന്നുള്ളത് ഞാൻ അന്വേഷിച്ച് നടന്നു. എനിക്ക് ആ കുട്ടിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഏതാണ് ആ കുട്ടി. വരുന്ന ആൾക്കാർ ഇവരിങ്ങനെ ഡയലോഗല്ലേ ആരും കേൾക്ക്. ഞാൻ നിങ്ങളുടെ പറ്റി ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് എന്റെ ഇടപെടലുകളൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടായിരുന്നു. എന്റെ ഓരോ ഇടപെടൽ അതിൽ 2, 3, 4 ആൾക്കാര് അതൊന്നും ലൈക്ക് ചെയ്തിട്ട് പിന്നെ പഴയ ഭാഷ 4 ഇടപെടലുകൾ ഞാൻ അതിനെ കുറിച്ച് ഫേസ്ബുക്കിൽ കൂടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിന്റെ ഉദാഹരണം എന്നുള്ള നിലക്കാണ് ഞാൻ എന്റെ 2-3 കാര്യങ്ങൾ ഇട്ടുകൊടുത്ത്. പക്ഷെ അതിലൊന്നും ശ്രദ്ധയില്ല. അവര് പഠിച്ചിട്ടുള്ള ശ്രദ്ധ മാത്രം. അതോടുകൂടി പഠിച്ചതാണ്. ഒന്നാമത്തെ കുറ്റപ്പെടുത്തൽ കാണുമ്പോ തന്നെ എനിക്ക് പേടിയാണ്. ഇപ്പോഴും ആ മുഹമ്മദ് തന്നെയാണ് ഈ മുഹമ്മദ് എന്നെ കഴിച്ചിട്ടുള്ള ആള് എന്നുള്ളത് ഇപ്പോഴാണ് ബോധ്യം. അതാണ് എന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരികയും ഷെബീർ എന്ന ഒരാളുണ്ടെങ്കിൽ ഒരു കുട്ടിന്റെ പേര് പറഞ്ഞു അതും ഉൾപ്പെട്ടതാണ്. ആക്സിഡന്റ് പെട്ടതാണ്. അവരുടെ അടുത്ത് വന്നിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ ഉണ്ടാവും ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ ഞാൻ ഇവരെ ഗ്രൂപ്പില് ഞാൻ ഒരു കാര്യം കൂടി ഒക്കെ എഴുതാം. എന്താ പറഞ്ഞതെന്നറിയോ? എന്നെ കാണാൻ എന്റെ സ്റ്റുഡന്റ് എന്റെ അടുത്തേക്ക് വന്നിരുന്നു. 2 സ്റ്റുഡന്റ് വന്നിട്ട് ആരും ആളൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ കാണാൻ ഇന്ന് എന്റെ സ്റ്റുഡന്റ് എന്റെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അപ്പൊ ഏതാ
പഠിച്ചാണോ വന്നത് രീതിയിലുള്ള ഡയലോഗുകൾ അതോട് കൂടിയിട്ടാണ് ഞാനത് അതായത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്തിയ ആ പെൺകുട്ടിനെ ഒന്ന് എനിക്ക് പരിചയപ്പെടുത്തി തരണം. ഞാൻ 2-3 ആൾക്കാരോട് പറഞ്ഞു, എനിക്ക് അതിന് ആരും ബന്ധപ്പെടുത്തി തന്നിട്ടില്ല. ഞാൻ മമ്മീനെ തന്നെ ഒന്നും നല്ലത് വരുന്നില്ല. എന്നിട്ട് ഞാൻ നല്ലതല്ല പറയുന്നുള്ളൂ. എന്നോട് ചോദിച്ചൂടെ ചേട്ടാ, ഓണം ഓൺലൈനിൽ ഉണ്ടാ നോക്കിയാ? ഓണം ഓൺലൈനിൽ ഉണ്ടാ നോക്കിയാ? എന്റെ മാസമാണ്, ഞങ്ങളുടെ മാസം തന്നെ അങ്ങനെയൊന്നും പറയാൻ നിൽക്കേണ്ട. എനിക്ക് ഏകദേശം 23,000 സ്റ്റുഡൻസ് ഉണ്ട്. കുറച്ചൊന്നല്ല, 23,000 സ്റ്റുഡൻസ്. അതിന് ഇന്റർനാഷണൽ ലെവലിലുള്ള കുട്ടികൾ, അത് ഇന്റർനാഷണൽ ആ കുട്ടികൾക്കൊക്കെ നല്ല സ്നേഹമൊക്കെ ഇപ്പോഴും അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ വിചാരിച്ചു. പിന്നെ ഇങ്ങനത്തെ ഒരു അതാണ് വളരെ പ്രധാനപ്പെട്ട ഇങ്ങനത്തെ ഒരു ഇത് ചെറുപ്പിടുണ്ടല്ലോ. എല്ലാ കേരളത്തിലെ മിക്ക സ്കൂളുകളിലും നടക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം, പണി തരുന്നുണ്ട്. ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളിൽ അതിന്റെ ഭവ്യതകളും ബഹുമാനങ്ങളും ഒക്കെ നിലനിർത്തി നിങ്ങളെ കുറ്റപ്പെടുത്തിയ കണ്ടർത്ഥം. നിങ്ങളെ നാട്ടിൽ കുറ്റപ്പെടുത്തതൊക്കെ പറഞ്ഞു ഇനിയൊന്നുമില്ല. അവര് നല്ല രീതിയിലൊക്കെ പെരുമാറുന്നതൊക്കെ ഉണ്ട്. അധ്യാപകരെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ പെരുമാറുന്നതൊക്കെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ കൊല്ലം ഇവിടുത്തതല്ല, പേപ്പർ റിപ്പോർട്ട് വായിച്ചതാണ്. ഗെറ്റുഗദറിന്റെ ഉദ്ദേശം ചില ആളുകൾക്ക് എന്റെ പഴയ കാമുകിനൊന്ന് കാണണം. ചില കാമുകികൾക്ക് എന്റെ പഴയ കാമുകനൊന്ന് കാണണം. ആ ഉദ്ദേശം, അങ്ങനെ ഉദ്ദേശം നടന്നു. അവിടെ തെക്ക് ഭാഗത്തുള്ള ഒരു സ്കൂളില് പഴയ കാമുകിനെ കണ്ടു ഓളി കൂട്ടിക്കണ്ട് പോയി. ക്ലാസ്മേറ്റുകളാണ്, കൂട്ടി പോയി. അവസാനം എന്താ ചെയ്തതെന്ന് അറിയാം, ബാല്യനെ അങ്ങനെ കൊന്ന് ഗെറ്റുഗദറൊക്കെ കഴിഞ്ഞിട്ട് വെച്ചാൽ ബാല്യനെ കൊന്ന് ഇവർ രണ്ടാളത്ത് സ്വന്തമായിട്ട് ജീവിക്കാം. ഇപ്പൊ രണ്ടാള് ചെയ്യില്ലാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മളെ നീയത്തുണ്ടല്ലോ, ആ നീയത്ത് നല്ല രീതിയിൽ കൂടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ ഗുണം കിട്ടും. ഇപ്പൊ ഞങ്ങൾ അധ്യാപകനെ കാണണം, അസമാശ കണ്ടു നിങ്ങൾക്ക് ഗുണം കിട്ടും. കാരണം ഇവിടേക്ക് വരുന്നത് വരെ ഞാൻ പഠിക്കുന്നുണ്ട്. ബാക്കിയാണ് അത് അവരാ അപ്പൊ ബാക്കിയാണ് ഇപ്പൊ പഠിച്ചു മൂന്ന് കെട്ട് വരികയാണ്. ഇപ്പോഴും 20,000 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടേ നിങ്ങൾ ആ രീതിയിൽ കണ്ടാൽ മതി. ഇതൊരു കുറേ കുട്ടികളുടെ മാഷന്റെ ആ രീതിയിൽ നമുക്ക് അയാളെ ബഹുമാനിക്കണം. എന്നെ ബഹുമാനിക്കണം എന്നുള്ളതില്ല, മറ്റുള്ളവർക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ സ്കൂളല്ലേ, ഞങ്ങൾ പഠിച്ചിട്ടുള്ള സ്കൂളല്ലേ, ഈ സ്കൂളിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ, അതിനെന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള രീതിയിൽ ചെയ്യാം. സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിൽ പഴയ ബന്ധങ്ങളൊക്കെ കൊടുക്കാം. അതിനൊന്നും ഒരു കുറ്റം ഞാൻ കാണില്ല. പക്ഷെ തട്ടിക്കൊണ്ടു പോകണ്ട, ഭാര്യനെയും ഭർത്താവിനും ഒന്നും കൊല്ലാനൊന്നും നിൽക്കണ്ട. ആ നല്ല രീതിയിലൊക്കെ ചെയ്യാം. പിന്നെ വേറൊന്ന് അത് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഏത് രീതിയിൽ ചില ആളുകളുടെ അധ്യാപകനാണ്, ചില ആളുകളുടെ അധ്യാപകനല്ല. നിങ്ങളെ 2005 10 ബിയിലെ ക്ലാസ് മാസായിരുന്നു. അവിടെ ഗണിതം പഠിപ്പിക്കുന്ന ആളായിരുന്നു. 10 ഇയില് ഗണിതം പഠിപ്പിക്കുന്ന ആളായിരുന്നു. അവർക്കൊക്കെ എന്നെ അറിയാം. മറ്റുള്ള ആളുകൾ 9 പഠിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. അതല്ല
അപ്പൊ ഇതൊരു അധ്യാപകനാണ്. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. പ്രാർത്ഥന കൊണ്ട് രക്ഷയുണ്ടോ? ഇപ്പൊ കോവിഡ് നിങ്ങളെ പഠിപ്പിക്കുന്നില്ലേ? അധ്യാപകരൊന്നും പറഞ്ഞതൊന്നും കേൾക്കാതെ അങ്ങനെ നടന്നിട്ട് കോവിഡ് പഠിപ്പിക്കുന്നില്ലേ? പിന്നെ 2018 പ്രളയം, 2018 പ്രളയം പഠിപ്പിച്ചില്ലേ? കോവിഡ് പഠിപ്പിച്ചു, നിപ്പ പഠിപ്പിച്ചു, പിന്നെ ശിഖല തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇനി പലതും വരും. അതിനൊക്കെ നമുക്ക് തരണം ചെയ്യുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, പ്രാർത്ഥന. പ്രാർത്ഥന തുടങ്ങ. ഞാൻ ഇന്നലെ കുട്ടികളോട്, കലാസമിതിയിലുള്ള കുട്ടികളോട് നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമില്ല, ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് ഇല്ല. അതൊക്കെ പോയിരിക്കുന്നു. ഇപ്പൊ ഓരോ മിനിറ്റും പ്രാർത്ഥനയിലും പ്രാർത്ഥനയാണ് വേണ്ടത്. എന്നാൽ നമുക്ക് രക്ഷ ഉണ്ടാവും. ഇനി ഒരിക്കൽ കൂടി എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ. അതുപോലെ ഒരുപാട് മാന്തലും നടത്തി പറയുന്നത് കൊടുത്തുകൂടി അതെല്ലാം നല്ല ചെയ്തതും പറഞ്ഞു. പിന്നെ എന്റെ കൂട്ടുകാരന്റെ ഈ ബാച്ച് തുടങ്ങുന്നതിന് ആ കൂട്ടുകാരന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ തുടങ്ങണം. തന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. നമ്മള് 2005 കഴിഞ്ഞു. ജസ്റ്റ് ആയിട്ട് പറഞ്ഞു പോവാം. നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ളതാണ്. 2005 വാടക വീട്ടിലൊക്കെ സ്പോർട്സ് ബേസിക് അവിടുത്തെ മേജർ ആ ഒരു ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ടീച്ചറാവാന്നുള്ള സ്വപ്നം അതും നടന്നില്ല. അവസാനം ആ ഒരു 2 months റിസൾട്ട് വന്ന ടൈമിൽ കോട്ടയം ഏഷ്യൻ പിക്ചേഴ്സ് അന്ന് കോട്ടയം സീനത്ത് വന്നിട്ടില്ല, പുതിയ സീനത്ത് വന്നിട്ടില്ല. അവിടുത്തെ അക്കൗണ്ട് സെക്ഷനിൽ ചെറുതായിട്ട് കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു അക്കൗണ്ട്സ് ആയിരുന്നു. കാരണം പഠിച്ചത് സയൻസ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ. അതിൽ നിന്നാണ് എറണാകുളത്തുള്ള ആലുവയിലുള്ള റഹ്മാൻ സാർ, നിഷാ സാർ എന്ന് പറയുന്ന 2 പേരും അവിടുത്തെ മാനേജേഴ്സുമായിട്ട് പരിചയപ്പെട്ടിട്ട് എറണാകുളം ഡയറക്ടർ എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്തു. 1 year പൂർത്തീകരിച്ചു. അതോടൊപ്പം ഐ.ടി. അക്കാദമി അപ്പുറത്ത് ഫെഡറൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് മാരേജ്. മാരേജ് ലൈഫിലും ചെറിയ ഇഷ്യൂസ് കാരണം നിഷാദ അതിൻ്റെ ഒരു അപ്രതീക്ഷിതമായ ഒരു പ്രശ്നത്തിന് ഞാൻ ഒരു വാശിപ്പാടത്ത് ഞാൻ പോലും അറിയാണ്ടാണ് പ്രശ്നം നിൽക്കുന്നത്. അവിടെ എന്നെ പഠിച്ച് തുണിച്ച് എന്ന് പറയാം വിചാരിക്കാതെ വിജയം വന്നു. അതിൽ ജയിച്ചു അതിന് പോയി. എന്നിരുന്നാലും അതോടൊപ്പം തന്നെ അവിടെ ഇരുന്നിട്ട് അക്കൗണ്ട്സ് പഠിച്ചു. ഒന്ന് കമ്പ്യൂട്ടർ പഠിക്കാൻ ഒരുപാട് ആൾക്കാരാണ്. സോഷ്യൽ മീഡിയ പോലുള്ള വർക്ക്സുകൾ, ഡിജിറ്റലൈസേഷൻ ഒക്കെ
ഭയങ്കര ഇൻട്രസ്റ്റീവ് ആയിരുന്നു. പക്ഷെ കോഴ്സ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പല ആളുകളും സപ്പോർട്ടീവോടുകൂടെ, അതോടൊപ്പം ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അവരുടെ സപ്പോർട്ടീവോടുകൂടെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്തു. ഇലക്ഷൻ ജയിച്ച് കഴിഞ്ഞുടനെ മലപ്പുറത്ത് പോയി വർക്ക് ചെയ്യാനുള്ള പ്രയാസം കാരണം ചെമ്മാട് കമ്പനിയുടെ വർക്ക് ചെയ്തു. ആ വർക്കിങ്ങിലൂടെ ഒരു വർഷം പൂർത്തീകരിച്ച് അവരുടെ മാനേജറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 5 വർഷം കഴിഞ്ഞു. എന്ത് ആവശ്യങ്ങളും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആർക്കും എന്നെ കോൺടാക്ട് ചെയ്യാം. കുഴപ്പമില്ലാത്ത സോഷ്യൽ വെൽഫെയർ പങ്കെടുക്കാറുണ്ട്. ഇവിടെ ഒക്കെ കോൺടാക്ട് കുറവാണ്. എന്നാലും നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പ്രയാസപ്പെടുകയാണെങ്കിൽ എറണാകുളമാവട്ടെ, കോട്ടയം, ഇടുക്കി, അപ്പൊ അങ്ങനെ പല സ്ഥലത്തും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. ഇതിനെ വേണ്ടി എപ്പോഴും കൂടെ അവർ തന്നെയാണ് എല്ലാവരും മുതൽക്കൂട്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ 2005 ബാച്ചിലെ ഈ ഒരു കമ്പനി നമുക്ക് എന്നും അതുപോലെ നല്ല സുഹൃത്തുക്കളായിട്ട് നല്ലൊരു സംഘടനയായിട്ട് എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ മൈക്ക അടുത്ത വ്യക്തി ആരാണ് അവർക്ക് കൈമാറുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രവർത്തനമാണ്. നമ്മളാണ് ഇതിലേക്ക് മുന്നിട്ട് വരുന്നത്. ഞാൻ പറയാം, എനിക്ക് ഒരുപാട് പറയാനുണ്ട് എന്ന് പറഞ്ഞത് എന്നതുകൊണ്ട് എനിക്ക് തരാം. കാരണം നമുക്കറിയാം വികസനമായിട്ട് ഒരുപാട് അനുഭവം ഒന്നും നമുക്ക് അറിയില്ല. എന്നാൽ പരസ്പരമുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി മുന്നോട്ട് വരാം. അതായത് കുറച്ചുകൂടെ നന്നാവും. മക്കളില്ല, എല്ലാവരും ദുആ ചെയ്യണം. മക്കളില്ല, ദുആ ചെയ്യണം എല്ലാവരും. വേറെ കാര്യമായിട്ട് പറയാം. മൈമൂനത് പറഞ്ഞിട്ട് വെക്കോ? നിന്നെ കുറിച്ച് മൊത്തത്തിൽ അറിയണം. ഞാൻ പറയാനൊന്നുമില്ല. ഞാനിപ്പോ ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ്. മാസമായി ജോലി ചെയ്യുന്ന 2 മക്കളാണ്. മൂത്ത മോള്, രണ്ടാമത്തത് മൈമൂനാണ്.
പ്രിയമോടൊന്നു കൂടെ തിരികെ